Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് തൗബയിൽ 119-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. يا أيها الذين آمنوا അല്ലയോ വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനോട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുക, അള്ളാഹുവിനോട് സൂക്ഷ്മത പുലർത്തുക, ഭയഭക്തി പുലർത്തുക. വക്കൂനു, നിങ്ങളായി തീരണം മഅസ്വാദിഖീൻ, സത്യവാന്മാരുടെ കൂടെ. ഒന്നുകൂടെ അർത്ഥം പറയാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ, അള്ളാഹുവിനോട് തഖ്വ പുലർത്തുക. വക്കൂനു, നിങ്ങളാവുക. കാന എന്നുള്ളതിൻ്റെ കൽപ്പനയാണ് കുൻ, അതിനെ ബഹുവചനാക്കുമ്പോൾ കൂനു, നിങ്ങളാകണം. മഅസ്വാദിഖീൻ, സത്യവാന്മാരുടെ, സത്യസന്ധന്മാരുടെ കൂടെയാകണം. ഈ സൂക്തം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം നമ്മളെ ഉണർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച 3 മഹാന്മാരായ സഹാബികൾ, കഅബ് ബിൻ മാലിക്, മുറാറത്ത് ബിൻ റബീഅ്, അതുപോലെ തന്നെ ഹിലാൽ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു. മുറാറത്ത് ബിൻ റബീഅ്, ഹിലാൽ ബിൻ ഉമയ്യ, കഅബ് ബിൻ മാലിക്, 3 സഹാബിമാർ റളിയല്ലാഹു അൻഹു. അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് എന്തെങ്കിലും സൂത്രമൊക്കെ പറഞ്ഞ് കടുത്ത അച്ചടക്ക നടപടിയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. അങ്ങനെ 80ഓളം സഹാബികൾ അവരുടെ വിശ്വാസത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. 80ഓളം പേരുണ്ടായിരുന്നു. അവരങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ സത്യം പറഞ്ഞ് അതിൻ്റെ പേരിലുണ്ടാകുന്ന ഏതു നടപടിയും തങ്ങൾ സഹിക്കും, ക്ഷമിക്കും എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത്. അവർ അത് അനുഭവിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിന് കാരണം പരലോകത്തിലുള്ള പ്രതീക്ഷയാണ്, അള്ളാഹുവിൻ്റെ മാപ്പിലും കാരുണ്യത്തിലുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാവുകയാണെങ്കിൽ അത് തങ്ങൾ നേരിട്ട് കൊള്ളാം എന്നതായിരുന്നു അവരുടെ നിലപാട്. എന്നിട്ട് പിന്നെ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ പിന്നെ അറിഞ്ഞുകൊണ്ട് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല, അറിഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ നുണ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞു നോക്കൂ, ഇത്തഖുല്ലാ, ഒന്നാമത്തെ കാര്യം ഇത്തഖുല്ലാ എന്നാ. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങോട്ട് സ്വീകരിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിർദ്ദേശം വെച്ചാൽ, ഒരു ആഹ്വാനം നൽകിയാൽ അതങ്ങോട്ട് സ്വീകരിക്കുക. അതാണ് ഇവിടെ ഇത്തഖുല്ലാ എന്ന് പറഞ്ഞത്. അതാണ് ഇവിടുത്തെ തഖ്വ. നല്ലൊരു കാര്യം നമ്മളോടും പറയണ്ടല്ലോ. എന്താ നമ്മളോട് എങ്ങനെയാണ് പറഞ്ഞത്? ഖുർആനിലൂടെയാണ് പറയുന്നത്. ഖുർആൻ എന്ന് പറയുന്നത് ഒരു ലേഖന സമാഹാരമല്ല. ഒരു ലേഖനം എഴുതിക്കാണ്ട് നിങ്ങളെല്ലാവരും വായിക്കണം എന്ന് പാലിക്കണം എന്ന് പറയല്ല. ഖുർആൻ്റെ സ്വഭാവം എന്താണ്? ഒരു പ്രഭാഷണ സ്വഭാവമാണ്. പ്രഭാഷണത്തിൻ്റെ പ്രത്യേകത എന്താണ്? നേർക്കുനേരെ കാര്യം പറയാൻ. മറ്റേത് എഴുതിയ ആൾ സ്ഥലത്തുണ്ടാവില്ല, അദ്ദേഹം ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവും. അള്ളാഹു ഹയ്യുൻ ലാ യമൂത്ത്, ജീവിച്ചിരിക്കുന്നവനാണ്, ലാ യമൂത്ത്, മരണമില്ലാത്തവനാണ്. അങ്ങനെയുള്ള അള്ളാഹു പ്രഭാഷണ രൂപത്തിൽ നേർക്കുനേരെ എന്നോടും നിങ്ങളോടും കാര്യം പറയുക. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനോട് തഖ്വ പുലർത്തണം, അള്ളാഹുവിനെ കാണണം, അള്ളാഹുവിനെ അറിയണം, അവൻ്റെ നിയമങ്ങൾ പാലിക്കണം, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. സഹാബികളോട് ആഹ്വാനം ചെയ്തതാണ്, നമ്മളോടും ഉള്ള ആഹ്വാനമാണ്. പിന്നെന്താ വേണ്ടത്? തഖ്വ. അത് ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെല്ലാ ആഴ്ചയും ഖുതുബയിൽ കേൾക്കണം. തഖ്വ കൊണ്ടുള്ള വസിയത്ത് എന്ന് പറയാറുണ്ടല്ലോ. ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും മുഖ്യമായത് ഒന്നാമത്തെ ഷഹാദത്ത് കലിമ. ഷഹാദത്ത് കലിമ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന് നമ്മൾ സാക്ഷ്യം വഹിക്കണം എന്നാണ്. ഷഹാദത്ത് കലിമ ഇസ്ലാം കാര്യത്തിൽപ്പെട്ടാണ്, പ്രവർത്തിക്കാനുള്ളതാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ നിർബന്ധമാക്കുന്നത് നമസ്കാരമാണ്.
ആ കാര്യത്തിലൊരു വീഴ്ച വരുത്താൻ പാടില്ല. ഷഹാദത്ത് കലിമിൽ നമസ്കാരം ഷഹാദത്ത് കലിമ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവൻ്റെ നമസ്കാരത്തെ സംബന്ധിച്ചാണ് രണ്ടാമത്തെ വിഷയ ചോദ്യം. എന്നാണ് പരലോകത്ത് അതിനെയാണ് വിചാരണ. ആദ്യം വിചാരണ ചെയ്യാൻ നമസ്കാരം എന്ന് പറയുന്നത് അത് ഷഹാദത്ത് കലിമ വേണമല്ലോ, എന്നിട്ടാണ് പിന്നെ നമസ്കാരം വരിക. അപ്പോൾ ഈ കാര്യം നമ്മൾ നല്ലോണം ഉൾക്കൊള്ളണം. ഇത്തഖുല്ലാ എന്ന് പറയുമ്പോൾ എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ വിഷയത്തിലും ഞാൻ അള്ളാഹുവിൻ്റെ നിയമം പാലിക്കും. അത് നമ്മൾ തീരുമാനിക്കണം. പിന്നെ പറയണത് വകൂനു മഅ സ്വാദിഖീൻ, സത്യവാന്മാരുടെ കൂടെയാവണം. സ്വയം സത്യസന്ധനായ പോരാ, സത്യവാന്മാരുമായിരിക്കണം കൂട്ട്. വലിയ കാര്യമാണ്. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാരിനി യുഖറനു എന്നൊരു കവിതയുണ്ട്. അനിൽ മർഇ ലാ തസ്അൽ, ഒരാളെ സംബന്ധിച്ചറിയാൻ അയാളെ പറ്റി ചോദിക്കണം എന്നില്ല. വസൽ അൻ ഖരീനിഹി, അയാളുടെ കൂട്ടുകെട്ടാരുമായിട്ടാണോ അന്വേഷിച്ചാൽ മതി. ഒരാളെ കുറിച്ച് അറിയാൻ അയാളുടെ കൂട്ടുകാരെ കുറിച്ച് അറിഞ്ഞാൽ മതി. വകുല്ലു ഖരീനിൻ ബിൽ മുഖാരിനി യുഖറനു, ഓരോ കൂട്ടുകാരനും അവൻ്റെ അടുത്ത കൂട്ടുകാരനുമായി താരതമ്യം ചെയ്യപ്പെടും. ഇവിടെ പറഞ്ഞപ്പോൾ കൂനു മഅ സ്വാദിഖീൻ, സത്യസന്ധരുടെ കൂടെ നിൽക്കണം. നമ്മൾ പറയാറുണ്ടല്ലോ, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. നല്ലവർക്ക് നല്ല കൂട്ടാ കിട്ടുക. ചാണകം ചാരിയാൽ ചാണകം മണക്കും. കൂട്ടുകെട്ട് എങ്ങനെയുള്ളതാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് അള്ളാഹുവിനോടുള്ള തഖ്വ, അത് നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ടതാണ്. രണ്ടാമത്തേത് മഅയ്യത്തു സ്വാദിഖീൻ, സത്യവാന്മാരുടെ കൂടെ ആയിരിക്കണം, അവരുമായുള്ള സമ്പർക്കമായിരിക്കണം ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത്. ഇപ്പോൾ സത്യം പറയുക, സത്യത്തിൻ്റെ നിലപാട് സ്വീകരിക്കുക, സത്യവാന്മാരുടെ കൂടെ ആയിരിക്കുക. പിന്നെ വിശ്വാസിയിൽ നിന്ന് കളവ് സംഭവിക്കാൻ പാടില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കുല്ലു കദിബിൻ യുക്തബു അലാ ബനി ആദം ഇല്ലാ റജുൽ, 3 വിഷയത്തിൽ ചെറിയ കളവൊക്കെ ആവാം. 1, എല്ലാ കളവും മനുഷ്യപുത്രൻ്റെ മേൽ രേഖപ്പെടുത്തപ്പെടും, തെറ്റായിട്ട് കുറ്റമായിട്ട് രേഖപ്പെടുത്തപ്പെടും. ഇല്ലാ റജുലുൻ യക്ദിബു ഫി ഖദിഅത്തി ഹർബിൻ, ഒരു യുദ്ധത്തിലെ തന്ത്രം എന്ന നിലക്ക്, യുദ്ധത്തിന് വിജയിക്കുന്നതിന് വേണ്ടി, ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു തന്ത്രമായിട്ട് കളവ് പറയാം. രണ്ടാമത്തെ കാര്യം ഔ ഇസ്ലാഹി ബൈനസ്നൈനി, 2 പേര് തമ്മിൽ പിണക്കമാണ്, അല്ലെങ്കിൽ 2 ഗ്രൂപ്പുകൾ തമ്മിൽ പിണക്കമാണ്, അവരെ ഒന്നിപ്പിക്കണം. അതിന് അല്ലറ ചില്ലറ കളവുകളൊക്കെ ആവാം. അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. മൂന്നാമത്തെ കാര്യം ഔ റജുലിൻ യുഹദ്ദിസു ഇംറഅതഹു ലിയുർളിഹ, ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ചിലപ്പോൾ ചെറിയ കളവൊക്കെ പറയാം. ഭാര്യമാരുടെ സ്വഭാവം നമുക്കറിയാലോ, സ്ത്രീകൾക്ക് അല്പം ഒരു വക്രതയുണ്ടാകും, അല്പം ഒരു വളവുണ്ടാകും, പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വർത്തമാനത്തിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവളുടെ തൃപ്തിക്ക് വേണ്ടി, അവളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചെറിയ ചെറിയ കളവുകളാകാം. അല്ലാത്ത വിധത്തിൽ കളവ് പറയുന്നത് വിശ്വാസികളുടെ സ്വഭാവമായി കൂടാ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ യസ്ലുഹുൽ കദിബു ഫി ജിദ്ദിൻ വലാ ഹസ്രി, തമാശയായിട്ടും കാര്യമായിട്ടും കളവ് പറയാൻ പാടില്ല. ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി എന്നാണ് പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അതും പാടില്ല എന്നാണ്. വലാ അൻ യഅിദ അഹദുക്കും സ്വബിയ്യഹു ഷൈഅൻ സുമ്മ ലം യുൻജിസ്ഹു, തൻ്റെ കുട്ടിക്ക് വല്ലതും നൽകാമെന്ന് കരാറ് ചെയ്താൽ അത് പാലിച്ചിട്ടില്ലെങ്കിൽ അത് കളവാണ്. മോനെ എനിക്ക് ആ വെയിലത്തുനിന്ന് കയറി പോയി വൈകുന്നേരം വരുമ്പോൾ പപ്പാൻ മുട്ടായി കൊടുന്നേരണ്ട് എന്നൊക്കെ പറയും. കൊടുക്കാനൊന്നും ആവില്ല, കൊടുക്കുന്നുണ്ടാവില്ല, അത് കളവാണ് എന്നാ. സമ്മാനം തരണ്ട് എന്ന് പറയും, കൊടുക്കാതൊക്കെ, അത് കളവായ അല്ലെങ്കിൽ വാഗ്ദാന ലംഘനമാണ്, അത് ചെയ്യാൻ പാടില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഊ ഇൻ ശീതും പറഞ്ഞിട്ട് ഈ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅ സ്വാദിഖീൻ. ഈ ആയത്ത് നമ്മളൊന്ന് കാണാതെ പഠിക്കണം, ചെറിയൊരു ആയത്തല്ല. ഖുർആനിൽ നിന്ന് അല്പം ഇങ്ങനെ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന അവസരം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅ സ്വാദിഖീൻ, സത്യസന്ധന്മാരുടെ, സത്യവാന്മാരുടെ കൂടെയാകണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്ന് രണ്ട് ഹദീസും കൂടെ, ഹദീസും വളരെ പ്രധാനപ്പെട്ടതിനാണ്, ഖുർആന്റെ വ്യാഖ്യാനമാണല്ലോ ഹദീസ്. അദ്ദേഹം പറഞ്ഞു, അലൈക്കും ബിസ്വിദ്ഖി, നിങ്ങൾ സത്യസന്ധത പാലിക്കൽ നിർബന്ധമാണ്. ഫഇന്നഹു യഹ്ദി ഇലൽ ബിർരി, അത് നിങ്ങളെ പുണ്യത്തിലേക്ക്, നന്മയിലേക്ക് എത്തിക്കും. വഹുമാ ഫിൽ ജന്ന, രണ്ട് സ്വർഗത്തിലാണ്, സത്യവും പുണ്യവും സ്വർഗത്തിലായിരിക്കും. ഇയ്യാക്കും വൽ കദിബ, കളവ് പറയുന്നതിനെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഫഇന്നഹു യഹ്ദി ഇലൽ ഫുജൂരി, അത് ദുർവൃത്തിയിലേക്ക്, കുറ്റത്തിലേക്ക്, തെറ്റിലേക്ക് നയിക്കും. വഹുമാ ഫിന്നാർ, അത് നരകത്തിലായിരിക്കും, നരകത്തിലും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുത്ബഉൽ മുഅ്മിനു അലൽ ഖിലാലി കുല്ലിഹാ ഇല്ലൽ ഖിയാന വൽ കദിബ്, നല്ലതും ചീത്തയുമായ എല്ലാ സ്വഭാവവും വിശ്വാസികളിൽ ഉണ്ടാവാം. യുത്ബഉൽ മുഅ്മിനു അലൽ ഖിലാലി, എല്ലാ തരം സ്വഭാവം, നല്ലതും ഉണ്ടാവും, തെറ്റൊക്കെ പറ്റും. തെറ്റ് പറ്റൂല എന്നൊന്നും അള്ളയും പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പറ്റിയിട്ടുണ്ടല്ലോ, സ്വഹാബികൾക്കൊക്കെ പറ്റിയിട്ടുണ്ട്. പറ്റിയിരുത്തണം, മാപ്പിനപേക്ഷിക്കണം. ഇല്ലൽ ഖിയാനത വൽ കദിബ്, കളവ് വഞ്ചന അത് പറ്റൂല, അത് വിശ്വാസികളിൽ ഉണ്ടാവില്ല. ചതിക്കാൻ പാടില്ല, നുണ പറയാനും പാടില്ല, വിശ്വാസികളിൽ ഉണ്ടാകാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. അള്ളാഹിനോട് നമ്മൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഓർമ്മ ഉണ്ടെങ്കിൽ മാപ്പ് ചോദിക്കണം. മൂന്നാമത്തെ ഒരു ഹദീസ് കൂടെ കേൾപ്പിച്ചുകൊണ്ട് നിർത്താം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അഅ്ളമൽ ഖത്ഇ, ഏറ്റവും ഗുരുതരമായ തെറ്റ്, ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ, അൽ ലിസാനുൽ കാദിബ്, നുണ പറയുന്നൊരു നാവുണ്ടാവുക എന്നുള്ളതാണ്. ചില മനുഷ്യന്മാരുണ്ട്, നേര് പറയില്ല, നമ്മൾ പറയില്ല, തിന്നാനേ ഒന്നും വായ തുറക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നുണ പറയാനാണെന്നൊക്കെ. തമാശയാണെങ്കിലും നുണ പറയുന്നത് ഒരു ഹരമായി കൊണ്ട് നടക്കുന്ന, കച്ചവടത്തിലൊക്കെ ചിലപ്പോൾ സംഭവിക്കും. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, നിങ്ങൾ കച്ചവടക്കാരെ ശ്രദ്ധിക്കണം, നിങ്ങൾ സ്വതക്ക ധാരാളമായി കൊടുത്തുകൊണ്ട് ഈ വക തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തി നേടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ സൂക്ഷിക്കണം, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പറ്റിപ്പോയ അബദ്ധങ്ങളും കുറ്റങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മാപ്പ് നൽകണേ രക്ഷിതാവേ. അതുകൂടെ അർത്ഥമായി അവസാനിപ്പിക്കുക. ഈ ആയത്തുകളെല്ലാവരും കാണാതെ പഠിക്കണം കേട്ടോ. എന്താണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓതുക നമ്മൾ. എന്നിട്ട് നാവിനെ സത്യം ശീലിപ്പിക്കാൻ അല്ലാഹുവോട് ദുആ ചെയ്യുക. അല്ലാഹ് എൻ്റെ നാവും മനസ്സും സത്യം സ്വീകരിക്കുന്ന, സത്യത്തിൽ നിലകൊള്ളുന്നതാക്കി തീർക്കണം. അങ്ങനെ ദുആ ചെയ്യുക. നമ്മുടെ മനസ്സറിഞ്ഞ അപ്പോൾ അല്ലാഹു അങ്ങനെ ഉണ്ടാക്കി തരും. അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരില്ല. ചിലപ്പോൾ ദുന്യാവിൽ അല്ലറ ചില്ലറ നഷ്ടമൊക്കെ ഉണ്ടായാലും വലിയ പുണ്യമായിട്ട് അല്ലാഹു തആല നമുക്കത് രേഖപ്പെടുത്തി തരും. അല്ലാഹു തആല ഒരു ഭാഗത്ത് നമുക്ക് പ്രയാസമുണ്ടാകിയാലും അതിന് അങ്ങേപ്പുറം വലിയ നന്മയും പുണ്യവുമായിട്ട് നമുക്കത് രേഖപ്പെടുത്തും. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നിർത്താം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനോട് തഖ്വ പുലർത്തണം. മുഅ്മിനീങ്ങളെ മുത്തഖീങ്ങളാകണം എന്നാണ് ഈ പറഞ്ഞത്. വേറെ സ്ഥലത്തും ഈ പ്രയോഗം നടത്തിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ നിങ്ങൾ മുത്തഖീങ്ങളാകണം എന്ന. വകൂനൂ മഅസ്സാദിഖീൻ, സത്യവാന്മാരുടെ കൂടെ ആയിരിക്കണം നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായ സത്യവാന്മാരുടെ കൂടെ നിലകൊള്ളുന്ന ഭാഗ്യവാന്മാരെ നമ്മളെല്ലാവരും രേഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹ് ഞങ്ങളുടെ പോരായ്മകൾ, ന്യൂനതകൾ, കളവ് പറഞ്ഞതും വഞ്ചിച്ചതും ഒക്കെ ഞങ്ങൾക്ക് നീ പുറത്തു തരണം. കരുതി കുട്ടിയെല്ലാം അബദ്ധത്തിൽ സംഭവിക്കുകയാണ് രക്ഷിതാവേ. ഞങ്ങളെ നീ സത്യവാന്മാരുടെ കൂടെ രേഖപ്പെടുത്തുമാറാകണേ നാഥ. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി.